അടുത്ത ക്ലൂ ഈ ഹെലി ഉപയോഗിക്കാൻ പാടില്ല, അത് കമ്പനിയുടെ പോളിസിയാണ്. ആണല്ലേ? ഓക്കെ നമ്മള് അത് ഫസ്റ്റ് പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് പറഞ്ഞില്ല. ഇനി ഉപയോഗിക്കാൻ പാടില്ല. വെയിറ്റ് നമ്മള് അപ്പം അടുത്ത ക്ലൂ. അടുത്ത ക്ലൂ സ്വന്തമായി വിൻഡിമില്ലുള്ള ഒരു വീട്, പഴയ വീട്. അത് കേരളത്തിൽ ബന്ധമായ ഒരു സ്ഥലത്തിന്റെ പറ്റാണ് ഒരു പേര്. സ്വന്തമായി വിൻഡിമില്ലുള്ള വീടാ? അതെ. മറ്റേ കാർ റോബറിയുടെ സ്ഥലമല്ലേ? സേവ് ചെയ്യുന്ന സ്ഥലമല്ലേ? മറ്റേ വീടല്ലേ? ചന്ദ്ര കേറ്. കേരളമായിട്ട് കൊച്ചിൻ കാർണിവല് എടാ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോയാലേ അവിടെ കാണും. അവിടെ ആയിരിക്കും. വിൻഡിമില്ലുള്ള ഒരു വീടല്ലേ അത്? അത് സാൻഡി ഏരിയയാണ്. ഈ പിന്നെ എവിടെ വിൻഡിമില്ലുണ്ട്? സാൻഡി. ഞാൻ മാർക്ക് അവിടെ തന്നെ ആയിരിക്കും. റൈറ്റ് ഉള്ളതാണ് മൊത്തം വിൻഡിമിൽ. പേരെന്തരാണ്? വിൻഡിമിൽ അല്ലല്ലോ അത്. അതിന് പറയുമ്പോ റൈറ്റിലുള്ളതല്ലേ? വിൻഡിമില്ലുള്ള ഏത് വീട്? ഇവിടെ ഒരു വീടുണ്ട് ലെഫ്റ്റില്. മറ്റേ പമ്പാണാടാ? പമ്പിന്റെ അടുത്ത് ഇല്ല. ആ റൈറ്റ് സൈഡ് ഉണ്ടോ പമ്പ്? അവിടെ വിൻഡിമില്ലുള്ള വീടെന്നാണ് മനസ്സിലായ? സ്വന്തമായിട്ട് വിൻഡിമില്ലുള്ള വീട് എനിക്കറിയാം. ആ ഡൈനോസറിന്റെ വീടിന്റെ അങ്ങോട്ട് പോയേ. എടാ ഏതൊരു പഴയ വീടിന്റെ അടുത്തൊരു വിൻഡിമില്ലുണ്ടല്ലോ, ഒറ്റ വിൻഡിമില്ല് വീടോട്ടുള്ള എനിക്ക് മനസ്സിലുണ്ട്. പക്ഷെ പഴയ വീടെന്ന് പറഞ്ഞായിരുന്നു. പഴയ വീടെന്ന് എടാ ഒരു പഴയ വീടും ഒരു വിൻഡിമില്ല സ്ഥലമുള്ള പഴയ ഗ്യാങ് ഹൗസ് ഇല്ലേ? അവിടെ വിൻഡിമില്ലുണ്ടല്ലോടാ. മറ്റേ പലോട്ട പോകുന്ന വഴിക്ക് മുകളില് അട്ടപ്പാടിയുടെ പഴയ ഗ്യാങ് ഹൗസ് ഉള്ള സ്ഥലം. സ്വന്തം വിൻഡിമില്ലുള്ള അവിടെ ആണെങ്കിലാ ഉണ്ട്. ഉറപ്പാണോ? അങ്ങോട്ട് ഗ്യാങ് ഹൗസ് ഇല്ല തോന്നുന്നു. ഗ്യാങ് ഹൗസ് ഒന്നും ഇല്ല. അങ്ങോട്ട് അതെങ്ങോട്ടായിരുന്നു? പലട്ടോ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ മൗണ്ടൈൻ സ്റ്റേറ്റ് വൈൽഡർനെസ് ലംബർ യാർഡ്. ചന്ദ്ര ഈ ലെഫ്റ്റിൽ എവിടെ വിൻഡിമില്ലില്ലേ?
ആ എടാ മറ്റേ ഈ നമ്മൾ പണ്ട് മറ്റേ ടീക്കർ മറ്റേ ഇത് മേടിക്കുന്ന ബ്ലാക്ക് മാർക്കറ്റാ അവിടെയാണോ? ഇവിടെ നോക്കി അവിടെ കൂടി നോക്കി നോക്ക്. ആ ഇവിടെ ഒരു വിൻഡിയിലുണ്ട്. ഒരു വിൻഡിയിലല്ലേ ഇത്? ഇതൊരു വിൻഡിയിലാണ്. വീടല്ലല്ലോ വീടല്ല, അതാണ് പ്രശ്നം. വീടല്ല അതിന്റെ അടുത്ത് SRR വീട്ടില് എന്താ തോന്നണ അട്ടപ്പാടി അങ്ങനെ തന്നെയാണ്. അവിടെ ഇരിക്കും. കിരൺ ഷാജി ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. എടി ഈ ഫാമിന്റെ ഒക്കെ അവിടെ ഇല്ലേടാ വിൻഡിവില്? ആ ഫാമിങ്ങിന്റെ അവിടെ ഉണ്ടാടാ. പക്ഷെ ഇനി ഗ്രേപ്പ് സീഡ് അല്ലല്ലോ മറ്റേ വീട്. ഈ ഗ്രേറ്റ് ചപ്പറൽ ഈ സ്ഥലം ഒരു പോകുന്ന വഴിക്കോ ലെഫ്റ്റ് എടുത്ത കുറച്ച് ജസ്റ്റ് നടത്തിലേക്ക് പോയിട്ട് പെട്രോൾ ഇടാ വണ്ടിയില്. പെട്രോൾ അടിക്കാം. നീ ഗ്രേപ്പ് സീഡ് ആയിരിക്കോ? നമുക്ക് 2 വണ്ടി പോയാലേ പോണോ? എല്ലാം ഒറ്റ വണ്ടി പോണേക്കുന്നല്ലോ. ഗ്രേപ്പ് സീഡ് ആണെങ്കിലോ? ഗ്രേപ്പ് സീഡ് എനിക്കും തോന്നുന്നു ഗ്രേപ്പ് സീഡ്. എനിക്ക് തോന്നുന്നു ഗ്രേപ്പ് സീഡ് എന്നാണ് കേട്ടാ. മുന്തിരിത്തോട്ടം. ആ ഗ്രേപ്പ് സീഡ് മുന്തിരിത്തോട്ടം. ഇതിടോ എന്തോ ഫുഡ് എന്തെങ്കിലും ഐഡിയ എത്ര വണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊഴി പോയ നമ്മൾ അങ്ങനത്തെ പോലെ അതെ ഈ പോയിക്കകത്തോട് പോയ റൈറ്റിലെ ഇവിടെ ഇല്ല. നമുക്കിപ്പോ ഗ്രേപ്പ് സീഡ് അല്ലേ? രാജ് ബ്രോ ഹായ് ഹായ് താങ്ക് യു 40 rupees സൂപ്പർ സെറ്റ് ബ്രോ. ഹായ് ഹായ് വെൽക്കം ടു സ്ട്രീം. Lucky bro, thank you for the membership. Welcome to Borong Sam. പോട്ട് എന്തായാലും ഗ്രേപ്പ് സീഡ് ഗ്രേപ്പ് സീഡ് ഉണ്ട്. ഞാനില്ല. എടാ ഒരു കോഴിക്കോട് സ്ഥലം ഉണ്ടല്ലോടാ. കോഴിക്കോട് സ്ഥലം ഉണ്ടല്ല നമ്മുടെ ആപ്പിലല്ല ഇവിടെ കണ്ട ഒരു ഓർമ്മയില്ല. ഒരു കോഴിയൊക്കെ ഉള്ള ആ ഡൈനോസറിന്റെ അവിടെ തന്നെയാണ്. പക്ഷെ ഡൈനോസറിന്റെ അവിടെ ഇല്ലല്ലോ. അതല്ലേ അല്ല അതിൻ്റെ അടുത്തൊരു കോഴിയും ഒരു വീടും ഒരു കോഴിയുടെ പ്രതിമയൊക്കെ ഉള്ള ഒരു സ്ഥലം ഇല്ലേ? വലിയ കോഴിയുടെ പ്രതിമയാ ഇവിടെ. ഇവിടെ വീടുണ്ട്. ഇവിടെ അല്ല. ഇവിടെ വിൻഡ് വീലുണ്ട്. എവിടെ? ടാളന്തി. ഇപ്പൊ ഇതല്ല. വിൻഡ് വീൽ ഔട്ടിന് GTA എടുക്കിടക്കിട്ട് ഫോണിൽ നോക്കിയാ
ഹലോ എന്താ ഫോണില് യൂട്യൂബ് എടുക്ക്. ഞാൻ ഒട്ടിക്കാം സ്ഥലം ഓർമ്മ വെയിറ്റ്. അത് തന്നെ നമ്മുടെ വിശ്വാസം. കയറിയാണ് കയറി സ്നേപ്പേ കയറി. കിട്ടിയാ? നിങ്ങൾ നോക്ക്, എനിക്ക് ഡൗട്ടുള്ള സ്ഥലത്ത് പോയിട്ട് പോവാം. ഓക്കെ സെറ്റ്. ഏലിയൻ ബ്രോ താങ്ക് യു ഫോർ 10 euro. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ്. അനുരാജ് ബ്രോ താങ്ക് യു ഫോർ ദ 80 rupees സൂപ്പർ ചാറ്റ്. ഗോള് തീർന്നു. ഏലിയൻ ബ്രോ അഗെയിൻ താങ്ക് യു ഫോർ ദ 10 euro. താങ്ക് യു ബ്രോ. ഗോളടിച്ച് ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഞാനൊരു സ്ഥലം ഇവിടെ തന്നെ അങ്ങനെ സ്ഥലം കണ്ടിട്ടുള്ള പോലെ ഞാൻ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ ഇവിടെ വീട് പഴയ സ്ഥലം എന്ന് പറഞ്ഞില്ലേ? പഴയ സ്ഥലം ഒന്ന് ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു. ഒരു ക്ലൂ കൂടെ ചോദിച്ചു. ഏലിയൻ ബ്രോ താങ്ക് യു ഫോർ ദ 5 euro അഗൈൻ. താങ്ക് യു. ചൂടാത്തണപ്പാ. അല്ല നമ്മള് നിക്കുന്ന സ്ഥലം ആണെങ്കിൽ മറ്റേ ചെറിയൊരിതുണ്ടല്ലേ. ആ കേരളത്തിൽ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ട പേരാ. ഓക്കെ ശരി. കേരളത്തോട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ നമ്മള് നോക്കുമ്പോ പഴയ സ്ഥലമാണ്. പഴയ സ്ഥലം സിറ്റിക്കകത്താണ്. ഇനി സിറ്റിക്കകത്ത് എവിടെ ഉള്ള ഒരു വിൻഡിവില്ലിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുന്നത്. വിൻഡിവില്ലിന്റെ അടുത്തുള്ള സ്ഥലമൊക്കെ പെയ്ത സ്ഥലം ചന്ദ്രമുക്ക് അട്ടപ്പാടി കൂടി അവിടെ കൂടെ നോക്കാം നമുക്ക്. അവിടെ അവനെ എനിക്ക് സാധ്യത. അല്ലാണ്ട് എവിടെ ഉണ്ട് വിന്ദിമില്ല്? പഴയ വീട്. അത് പഴയതല്ലേ? ഒരു പഴയ വീട് ലുക്കൊക്കെ അല്ലേ? അപ്പൊ അവിടെ തന്നെ. ബ്രോ അഗൈൻ താങ്ക് യു ഫോർ 5 euro. ഇവിടെ ഒരു വിൻഡിവില്ല് ഉണ്ടല്ലോ ഈ സാൻഡിയിലെ ഈ പോകുന്ന വഴിക്ക് നമ്മളെ ഈ ലെഫ്റ്റ്. എവിടെ? ഇവിടെ ഇല്ലല്ലേ? ഇവിടെ നേരെ ഇല്ല. ആ സ്ഥലത്തിന് എന്തെങ്കിലും മലയാളത്തിലെ പേരുണ്ടോ നോക്കാം. മലയാളത്തിൽ എന്തെങ്കിലും അതിന് നമ്മള് പോണ സ്ഥലത്തിന് പറഞ്ഞോ.
അട്ടയെ പിടിച്ച് മെത്തേ കിടക്കത്തില്ല. ഈ പേരും കേരളത്തിലൊരു സ്ഥലത്ത് നോക്കി നോക്ക്. അട്ടേ പിടിച്ച മെത്തേ കിടക്കത്തില്ലെന്നാ. അവിടെ തന്നെ പോ അത് തന്നെ അങ്ങോട്ട് തന്നെ. ആണോ? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തണ്ടെന്നാ. മെത്തേല് അട്ട അങ്ങോട്ട് പോ ചന്ദ്രൻ. അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലൂ നോക്കാം. സത്യം അങ്ങോട്ട് പോ ചന്ദ്രൻ, ഇനി ഒന്നും നോക്കണ്ട. നിങ്ങൾ അത് വേറെ അതെല്ലാരും അട്ടപ്പാടിയാണ്. അട്ടപ്പാടി അങ്ങനെയല്ലാണോ ഉദ്ദേശിച്ചത്? അട്ടയെ പിടിച്ച് പക്ഷെ അത് സ്ഥലം എന്തോ, പക്ഷെ ആ സ്ഥലത്തിന് അങ്ങനെ പേരില്ല. അതാണ് അട്ടയെ പിടിച്ച് മെത്തേ കിടത്തേ. ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇതാണ് പറഞ്ഞ കോഴി. വിൻഡ്മില്ലല്ലേ മേളില്. ഇത് തന്നെ സ്ഥലം. നമുക്ക് റൈറ്റോട്ട് പോവായിരുന്നു. ഈ അട്ടയെ പിടിച്ച് മെത്തേ അതെന്ത്? ഇവിടെ വിൻഡിവീലുണ്ട്. ഇത് തന്നെയായിരുന്നു അട്ടപ്പാടി. ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ്. ഇതായിരിക്കും പഴയ വീടെന്നൊക്കെ അല്ലേ പറഞ്ഞേ? ഇത് ഫുള്ള് പഴയതല്ലേ? ഇതാണെങ്കിൽ ഇതല്ലെങ്കിൽ ഇത് തന്നെ ഇതാക്കും നമ്മള്. ഇതാക്കും, അത്ര ഉള്ളു. ഇതിനകത്തെല്ലാം ഉണ്ടാ. ആദ്യമേ നമ്മള് പറഞ്ഞ സ്ഥലം. നമ്മളെ കുറച്ചുകൂടെ ഈസി ആയി പോയത് കേട്ടോ. അയ്യോ, നമ്മൾ ആദ്യം ഇവിടെയാണ് ഇങ്ങനെ വന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞാണ് കിട്ടിയായിരുന്നു. എനിക്ക് കിട്ടില്ല, എനിക്ക് നമുക്കൊന്നും കിട്ടില്ല. നമ്മളത് ആദ്യമേ പറഞ്ഞ സ്ഥലമാണ്. നമുക്ക് കിട്ടില്ല. കിട്ടി. അതാണ് വിൻഡ് ബെല്ല്. കണ്ടോ? നമുക്കറിയാം അതൊക്കെ. വെള്ളം കുടിച്ചതല്ലേ? വെള്ളം കുടിക്കാൻ ഇത് ഈസി ആയി. നമ്മള് വേറൊക്കെ ഒന്ന് കൺഫേം ചെയ്തതാണ്. ഇതില് എവിടെയാണ് അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി? എവിടെ മെത്തേ കിടത്തി കാണിച്ച? ആ അട്ടനെ വിളി. ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ ഏത് പേരാണെന്ന് പറഞ്ഞു? അട്ടപ്പാടി മനസ്സിലായി. കേരളമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരെന്ന് പറഞ്ഞ് അട്ടപ്പാടി. അട്ടപ്പാടിയോ? അങ്ങനെ. ഓക്കെ നമ്മളതെങ്ങനെ? അടുത്ത ക്ലൂ. ബാബു സെട്ട് എവിടെ പോയി? ബാബു ഉറക്കണം. ഡിക്കില് കറന്ന് ഉറക്കം. അങ്ങനെ അതല്ലേ ക്ലൂ. അടുത്ത ക്ലൂ. ഇത്രയും കാലം ഇങ്ങോട്ടൊന്നും കണ്ടില്ല. അങ്ങനെ എവിടെയായിരുന്നു? ഇതാണ് ക്ലൂ. ബാബു ചേട്ടനെ വിളിച്ചാലേ? ഇത്രയും കാലം എവിടെയായിരുന്നു ബാബു സെറ്റ്? ഇതാണ് ക്ലൂ. ഈസി, ടു ഈസി. വണ്ടി കിട്ടില്ല വണ്ടി. ബാബുശേട്ടെന്നല്ലേ പറഞ്ഞത്? ബാബുശേട്ട് ആണ്. അത് തന്നെ ഉറപ്പ്. ഇവിടെ അല്ലെങ്കിൽ മറ്റേ ഫാമായിരിക്കും. ഇതിന്റെ അകത്ത് പോയി നോക്കിയാലോ?
ആ പുറത്തേ ഉണ്ടാവുള്ളൂ, അകത്തുണ്ടാവില്ല. അപ്പൊ ഫാമ ഇതിനകത്ത് നോക്കിയാ വിളിക്കും, ഇല്ലെങ്കിൽ വിളിക്കും അകത്ത്. ഗ്രേപ്സിന്റെ അവിടെ ഇല്ലേ ഒരു കോഴി ഫാം? പിന്നെ അവിടെ ഉള്ള അവിടെ മാത്രമേ ഉള്ളൂ. അതായത് ഗ്രേപ്സിന്റെ മറ്റേ റൈറ്റ് സൈഡ് അല്ലേ, ആ വീട്ടിന്റെ അപ്പുറം. ഇതല്ലേ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്നത്? എവിടെ? ലെഫ്റ്റ് സൈഡ് ഇല്ലാടാ, ഇതല്ലേ? ഒരു ഫാമും കൂടി ഉണ്ട്. ഹലോ, ഓ ഒച്ച കേട്ടായിരുന്നാ? എന്തോ വെച്ചാ? നിങ്ങൾ പുറത്തായിരുന്നു, നമ്മൾ അവിടെ പോയി. അപ്പഴേ പറഞ്ഞ അകത്തേറി വെക്കാന്ന്. ആ അകത്തേറിയടാ, സത്യം അവിടെ ആയിരുന്നു. ഫ്രണ്ട് കൂടി ഞാൻ പറഞ്ഞു ഒന്ന് അകത്തോട്ട് അല്ല, അകത്തോട്ട് കേറണ്ടെന്ന് അന്ന് ഓർമ്മയില്ലടാ സാവേജ്, നമ്മള് മറ്റേ പുറത്തുകൂടി പോകുമ്പോ ഇവര് വിളിക്കണത്. ഞാൻ ഇല്ലായിരുന്നോടാ അന്ന്. ഞാൻ ലാസ്റ്റാ വന്നേ. ഞാൻ ഇതും ചെയ്തില്ലായിരുന്നു. ഏതപ്പോ നമുക്ക് ഉള്ളിൽ കയറേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇവര് തീരാറായല്ലോടാ വീണ്ടും. ഉണ്ട് കാനൊക്കെ ഉണ്ട് എന്റെ കയ്യില്, ഫുൾ കാനാണ് ഇരിക്കണ കയ്യില്. പെട്രോൾ പമ്പ് ഉള്ളതിന്റെ അല്ലേ? അല്ല, ക്യാന് കാശ് കൊടുത്ത് തന്നെ മേടിക്കണം 50,000. കുറച്ചുകൂടെ പുറത്ത് നിക്കായിരുന്നു ഇവിടെ. നമ്മള് വന്ന് അന്നാണ് ഇവിടെ. അപ്പൊ അടുത്ത വിചാരിക്കണം. അടുത്ത ക്ലൂ പറയട്ടെ? അടുത്ത ക്ലൂ പറഞ്ഞു. വാസു ആദ്യമായിട്ട് വിഷമിച്ച സ്ഥലം. അത് കുറച്ച് OG പ്ലേസിന് മനസ്സിലാകത്തുള്ളൂ. വാസുണ്ണന്റെ ഫസ്റ്റത്തെ സ്റ്റോറിയിൽ ഇതില്ലേ? അല്ല അതല്ല. പിന്നെ എവിടെയാണ്? കേറിയാണ്. പെട്രോൾ അടിക്കാം. സ്ഥലം ആദ്യമായിട്ട് വിഷമിച്ച സ്ഥലം ഒരു മലയാണ്. സൂസന്റെ എന്തോ കാര്യം പറഞ്ഞിട്ട് അതാണോ അതോ കീരിയുടെ കേസില് ഒരു വെള്ളത്തിൽ ചാടയാണെന്ന് പോയി അസമ. അതേത് വെള്ളമായിരുന്നു? അല്ലേ അത്? പലട്ടോ പലറ്റാണോ? പലാറ്റോല് വല്ല ബോട്ട് ബാക്കിലാ ബോട്ടിന്റെ അവിടെയാണ്. അതാണ് ബോട്ടിന്റെ എവിടെയാണ്? ബാക്ക് ഒന്നവഴിയല്ലേ? ഗസ്സാണേ, അറിയത്തില്ല, നോക്കാം. ഓക്കെ ഇതൊക്കെ വീട് വന്നാടേ. ഓ ഇത് ഗ്യാങ്സ് ഇതാണോ ഈ സ്ഥലമാണോ? ഹലോ, അതില് ഓക്കെ എന്താണ് അതില് ഇൻസൾട്ട് എനിക്ക് സ്ഥലം മനസ്സിൽ വന്നു.
ആണോ? പെട്രോടി ഞാൻ മിക്കവാറും SRRയുടെ ഗ്യാങ്സ് ആയിരിക്കണം. ഇൻസൾട്ട് അത് SRR ഗ്യാങ്സ്. ഇത് അന്ന് വന്ന ചോദ്യമായിരുന്നു. ഇൻസൾട്ട് ആണോ? എന്നാ തന്നെ പെട്രോൾ അടിക്കാം. വെയിറ്റ്. SRR ഗ്യാങ്സ്. ഇൻസൾട്ട് വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാ? അവിടെ തന്നെ എനിക്ക് ഉറപ്പാ. എന്തൊക്കെയല്ലേ ചോദ്യം, കിടിലൻ ചോദ്യം. ഈസി ഇതൊക്കെ എന്ത് ഈസി. എന്തൊക്കെയാ ചന്ദ്ര ഒന്നും കൂടി ഇറങ്ങി. VPD അതേ കളറ്. അത് ബഗ് ഇല്ല. ഇത് IG സെഡ് ഉണ്ടാ ചന്ദ്ര? IG സെഡ് ഒരു മിനിറ്റ്. ലെഫ്റ്റിൽ കൂടി പോയാ പോരെ SRRന്റെ? പാല വേറെ വല്ലതുണ്ടാ ചന്ദ്ര? പ്ലേസിനെ അറിയാന്ന് പറഞ്ഞത് ഇൻസൾട്ട് അതാണ്. അല്ലാണ്ട് വേറെ ഇൻസൾട്ട് അതിപ്പോ ഇവിടെ പോയി നോക്കിയിട്ട് അല്ലാണ്ട് പിന്നെ വിഷമായ കാര്യം സൂസന്റെ ഇൻസൾട്ട് അല്ല, ഇൻസൾട്ട് അല്ലെങ്കിൽ വിഷമിച്ച കാര്യം. അതാണ് ഉദ്ദേശിച്ചത്. ഇതും ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് വിഷമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് തന്നെടാ. കാരണം ഒരു വീടില്ല എന്നുള്ള ഒരു വിഷമായിരുന്നു അസറിന് ആദ്യമായിട്ട് തന്നെ. ഹലോ, ഇപ്പൊ നമ്മളങ്ങോട്ട് വന്ന് SRR ഗ്യാങ്സോ? ബോണറ്റ് എല്ലാരും വേണ്ടി പറഞ്ഞാനിപ്പോ. വെള്ളത്തില് എടാ ഫ്രീ കിട്ടിയ വണ്ടിയല്ലേ വണ്ടി? കിട്ടിലും വണ്ടി കൊറച്ചൊന്ന് അപ്പ് ചെയ്തോണ്ടല്ലോ, അതിനെ പിടിച്ചാ കിട്ടൂല. അത്ര ഈടില്ല. അല്ലല്ല, ഫുള്ളപ്പല്ല. ഞാൻ പോയപ്പോ ഇത് പകുതിയായിരുന്നു. ഞാൻ അതുകൊണ്ട് ചെയ്തില്ല ഒന്നും. ഫുള്ളപ്പൊക്കെ നൈസോടോ. നേരല്ലേ? ഇങ്ങോട്ട് റൈറ്റ്. HF ഇവര് മറ്റേ ഇതാണല്ലോ, അയൽവാസികളാണല്ലോ. ഓ മുട്ടനടിയാ എന്നിട്ട് പിണങ്ങിയ അവിടെ നിന്ന് ഇങ്ങോട്ട് റോക്കറ്റ്, ഇവിടെ നിന്ന് അങ്ങോട്ട് റോക്കറ്റ് അല്ലേ? എന്നും വന്നീല, നിന്നോടൊന്നും ചൊല്ലീല, അനുരാഗം വീട്ടും ഗന്ധർവൻ, ആകാശത്തു പെൺകിണ്ണരം. പെടുക്കാമല്ലാത്ര പോയായിരിക്കൂടെ? ആദ്യമായിട്ട് വിഷമായ പോയ സ്ഥലം ഇതാണ്. അതിനിപ്പോ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല.
ഗാരേജസ് വല്ലതും ആണോ ഇനി ഏതേലും? അല്ലടാ എടാ ഇതെന്ത് സ്ഥലം? ഇതെന്ത് സ്ഥലം? ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടോ? ഹലോ അമ്മേ സ്ഥലം ഹലോ അതന്നെയാണ്. ഇത് അന്ന് വന്ന ക്ലൂ ആയിരുന്നു ചന്ദ്ര. പാൻസൊക്കെ ഇതിൽ പോയതൂടെ ആവോ? ഇടിച്ചാൻ കയറ്റില്ല അവന്റെ നെഞ്ചത്തോട്ട്. അയ്യോ സോറി സോറി സോറി. ഒരുങ്ങിയായിരുന്നു അതെ അതെ കുളിക്കായിരുന്നു. കുറെ ഓടി കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. വണ്ടിയിലല്ല. നിങ്ങൾ ലെവൽ ഫ്ലോറിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ചെറിയ എമൗണ്ട് തരുന്നതായിരിക്കും. പാട്ടിട്ട് ഡാൻസ് കളിക്കണം. പാട്ടോ? പാട്ടിട്ട് തന്നെ കളിക്കണല്ലേ? പാട്ടിട്ട് കളിക്കാൻ പറ്റത്തില്ല. പാട്ടിടാൻ ചന്ദ്രൻ പാടുമല്ല. ചന്ദ്രൻ പാടല്ലോ. ഒരു പാട്ട് പാടിക്കേ. പാട്ട് ലിറിക്സ് എടുക്കട്ടെ. ഏത് പാട്ട് വേണം? കളിക്കാൻ ഏത് പാട്ടായാലും മതി. കോൽക്കളി പാട്ടണ്ട. ഇലുമിനാട്ടി പഠിക്കും. ഇലുമിനാട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. വരും. ഓഹോയ് ഓഹോയ്. പടക്കപ്പലാണോടാ എലിപ്പട്ടിയാണോടാ ചിരിക്കും വരുമ്പം പോലെ തിളമ്പുന്ന മന്ദായം കടൽ കാറ്റ് കൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാ എന്റെ കൊട്ടാരം പട്ടിണി പൊട്ടാരം നെട്ടോട്ടം 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 പറക്കും തളിക ഈ പരിസരെ പറക്കും തളിക. പ്രൈസ് കഴിഞ്ഞല്ലോ. പാട്ടുപാടിയല്ലോ. പ്രൈസ് നിങ്ങൾ 15 CR ബ്ലാക്ക് തരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പാട്ടിന് ഒരു സംഗതി പോരാ. അപ്പൊ 10 സംഗതിയോ? ഇത്ര കിട്ടിലോട്ട് പാടിയിട്ട് എന്റെ അഭിപ്രായത്തിൽ 15 അല്ല 20 കൊടുക്കേണ്ടത്. ഇത് അടുത്ത ന്യൂ ലെവൽസ് ഉണ്ടല്ലോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ സർപ്രൈസ് കിട്ടിയായിരുന്നോ? അടുത്ത ക്ലൂ. ഇതെല്ലാം ബ്ലാക്ക് ആണ്. ഓ എല്ലാം ബ്ലാക്ക്. 50 കോടി ബ്ലാക്ക്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഓ ഒരു 100 കോടി ഇറങ്ങണം. അയ്യോ ഞാനല്ല അപ്പൊ തന്നെ പോകും. അങ്ങേക്ക് എന്നെ കൊടുക്കൂല്ലെന്ന. അപ്പൊ ഹലോ കേക്കുണ്ടോ? നിങ്ങൾക്കും അറിയാണ്ട് ഒരു ടണൽ കയറിയതായിരുന്നോ? അതിനകത്ത് ഒരു മീറ്റിംഗ് റൂം ഉണ്ട്. സീക്രട്ട് മീറ്റിംഗ് റൂം. അതിന്റെ മറ്റേ റോബർ അടിക്കാൻ പോയല്ലടാ. അതാ അല്ല അല്ല. ഓ ഇപ്പൊ കേറിയതല്ലേ? ഓ അതിലെവിടെ മീറ്റിംഗ് റൂം? നിർത്ത് ബാക്കിലോട്ടോ.
ആ നിർത്തി ഇതിന്റെ അകത്തുണ്ടോ ലെഫ്റ്റ് സൈഡ്? അതാ നോക്കട്ടെ. ഒന്നുമില്ല. ഇപ്പല്ല അതൊന്ന് കാണാൻ പറ്റും. വിസിബിൾ ആണ് അത് കണ്ടുപിടിക്കണതാണ് പറഞ്ഞ സീക്രട്ട് ആണ്. സീക്രട്ട് ലക്കി ഗോഡ് എടാ താങ്ക് യു മെമ്പർഷിപ്പ് അങ്ങേ അറ്റം വരെ പോയി നോക്കാം. എന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീണ്ടും വീണ്ടും തന്ന തപ്പാ. ഈ റൈറ്റ് കത്തി ഇല്ല കത്തുന്ന നല്ല രീതി കത്തലുണ്ടാട്ടാ. ഇതെവിടെ എന്തൊക്കെ കത്തുന്നുണ്ടല്ലേ ചന്ദ്ര? സൗണ്ട് കേൾക്കാ. ഈ ലെഫ്റ്റ് സൈഡ് എന്തോ ഒരു ഗേറ്റ്. പുറത്തോട്ട് പോകാനുള്ള വഴിയാണ്. കത്തി ഇല്ല. കത്തി ഇതിനെന്തോ വലിയ കത്തല്. അയ്യോ ഒടുക്കത്തെ FPS ഡ്രോപ്പ്. 12 FPS ആയി. ഹലോ, എന്റെ ആരെങ്കിലും ഫ്രീ ഉണ്ടോ? ഒരു 2 സിറ്റിസൺസിനെ കൊല്ലാനാണ്. എന്നെ കൊല്ലാൻ വരുന്നത് 2 സിറ്റിസൺസ്. എന്നെ രക്ഷിക്കണേ. അങ്ങോട്ടൊന്നും വരാൻ നമ്മുടെ ക്യാമ്പസിന്റെ അടുത്തോട്ട് ഇല്ല. നമ്മളിവിടെ വരാം. മണ്ടന്മാരാ ഇതിന്റെ റൈറ്റ് സൈഡ് തന്നെ. എന്നെ കൊല്ലല്ലേ. 2 പേരുണ്ട്. എന്ത് പറ്റി? ഞാൻ മറ്റേ ഗൺ ഷോപ്പിന്റെ അകത്ത് ആയിരുന്നു കേട്ടാ. ഞാൻ തിരിച്ചു വന്നപ്പോ ഇമാരുടെ വണ്ടി പണിഞ്ഞോണ്ടിരിക്കണം. വണ്ടി പണിഞ്ഞു എന്നിട്ട് ഞാൻ വണ്ടി കയറിയപ്പോഴത്തേക്ക് എന്നെ വെടിവെക്കുന്നു. എന്റെ വണ്ടി തിരിച്ചറിയപ്പോഴത്തേക്ക് പുറകെ പോന്നപ്പോ ഇവിടെ തന്നെ ചന്ദ്ര. ഇവിടെ തന്നെ സ്ഥലം കിട്ടിയല്ലേ. ഭയങ്കര കത്തിലടാ ഇത്. ചുമ്മാല്ലടാ ഈ സ്ഥലം കാരണം തന്നെ കത്തുന്ന. ഇത് നേരെ ഒരു ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയല്ലോ ചന്ദ്ര. അവര് പോയി. അവര് അങ്ങോട്ട് വണ്ടി ഓടിച്ച് രക്ഷപ്പെട്ടു. ഇതിന്റെ തീർന്നു പറ്റൂ. ഇവിടെ മീറ്റ് ചെയ്യാലോ. നമുക്ക് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഇതൊരു മീറ്റിംഗ് റൂമാണ്. ആര് ഒരു സൗണ്ട് കേക്കുന്നു. ഓ ടെന്റ് കൊള്ളാല്ല സ്ഥലം. പക്ഷെ ഇത് എവിടെ? ഇനി പുറത്തിറങ്ങനെ എങ്ങനെ? എടാ ഇത് നമ്മള് പെട്ട് കേട്ടാ സ്നൈപ്പേ. ഇതിന് മെയ്സാണ്. വണ്ടി കയറി. ഇനി ഇവിടെ രക്ഷപ്പെട്ടായിരിക്കും ബാക്കി പൈസ പറഞ്ഞ. രക്ഷപ്പെടാൻ നമുക്ക് കുഴപ്പമില്ല. രക്ഷപ്പെടണ ഇപ്പൊ കൊറേ വഴിയുണ്ട് രക്ഷപ്പെടാൻ. എക്സിറ്റ് ഉണ്ടല്ലേ പറയുമ്പോ അല്ലേ? നിങ്ങൾ എവിടെ? അയ്യോ ഞാൻ തിരിച്ചു കറങ്ങിയെത്തിയല്ലോ. ഇല്ല ഞാൻ ഇവിടെ എത്തി. മീറ്റിംഗ് റൂം എത്തി. ഞാൻ ഇത് എന്റെ പിങ് കണ്ടു വാടാ. എന്റെ പിങ് കണ്ടു വാ. ഇത് മീറ്റിംഗ് റൂം അല്ലേ? ആളെ കാണാനില്ലല്ലോ. എന്നിട്ട് ഞാൻ പിങ് ഇടുന്നുണ്ട്. കാണാവോ? വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. എനിക്ക് വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ്. ഞാൻ വരാം. ഇത് ഇവിടെ ചെയർ മീറ്റിംഗ് എല്ലാം ഉണ്ട്. വെയിറ്റ് ഇതേ ഇതുവഴിയാണ് വരേണ്ടത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. 1 മിനിറ്റ്. ഞാൻ ഇപ്പൊ വരാം. നിങ്ങള് എടാ സ്നൈപ്പേ നീ റൈറ്റിലോട്ട് പോയില്ലായിരുന്നാ? ഇങ്ങോട്ടാ.
ആ ഇങ്ങോട്ടാ ചന്ദ്ര, ഇങ്ങോട്ടാ ചന്ദ്ര. സ്നൈപ്പ് ഒന്ന് കേട്ടില്ല. അത്രേ ഉള്ളൂ. അവിടെ ഇതിന്റെ അകത്ത് കണ്ട മീറ്റിംഗ് റൂം. ഇവിടെ ഇറങ്ങാൻ ലാസ്റ്റ് ക്ലൂ ആയിട്ട് സുനാമി വരുന്നത് ലാസ്റ്റ് ക്ലൂ ആയിട്ട് തരാന്ന് ചന്ദ്രനിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതല്ലേ ഒന്നുകൊണ്ടി കയറ്. ചന്ദ്രനിലുണ്ട്, അതാണ് ലാസ്റ്റ് ക്ലൂ ഒന്ന്. അപ്പൊ ഇവിടെ അല്ലേ? അപ്പൊ ഇവിടെ അല്ലേ? ഇവിടെ ഇറങ്ങിക്കളാൻ പറഞ്ഞു. ചന്ദ്രനിലുണ്ടെന്നാ അങ്ങനെ പറഞ്ഞ ചന്ദ്രനിലെന്തുണ്ട്? ചന്ദ്രനിലുണ്ട്, അതാണ് ലാസ്റ്റ്. ചന്ദ്രനിലുണ്ട്. എടാ നീ എവിടെ സ്നേപ്പേ? ചന്ദ്രൻ ഞാൻ ഇവിടെ പിങ്ങിലുണ്ടല്ലോ. ആ എന്റെ വണ്ടിയാണ്. വെയിറ്റ് ഞാത്തി ചന്ദ്രനിലുണ്ട്. അതെന്താ ചന്ദ്രനിലുള്ളത്? ഇനി മറ്റേ സ്പേസിൽ പോണ ഡ്രസ്സൊക്കെ ഇട്ട് എന്നാ കൊറേ സമയം എടുക്കൂലേ? പിന്നെ സ്പേസിൽ ഇപ്പൊ എങ്ങനെ പോവാ? അല്ല ചന്ദ്രനില് ഉണ്ട്. എന്ത് സാധനം ചന്ദ്രനുള്ള? ഫുഡൊക്കെ കഴിയട്ടോ. ചന്ദ്രനിലുണ്ട്. അല്ല ചന്ദ്രനിലുണ്ട്, ആ സ്ഥലത്ത് അവരുണ്ട്. ചന്ദ്രനിലുണ്ട്. ചന്ദ്രനിൽ എന്തുണ്ട്? ലെഫ്റ്റിലൊരു സാധനം ഉണ്ട്. അതിലെ കത്തോട്ടിപ്പാ ഇതല്ലേ മീറ്റിംഗ്? ഇതല്ല നമ്മള് മീറ്റിംഗ് റൂം ആയിരുന്നു ചന്ദ്ര. പ്രോപ്പർ അത് മീറ്റിംഗ് റൂം ആയിരുന്നു. ഇത് കണ്ടാ ഇതിലിങ്ങനെ ചാടിക്കണം. അപ്പൊ നമ്മളെ പറഞ്ഞുതരാം എന്തിനായിട്ട്. എന്ത്? ഒരു സെക്കൻഡ് ഞാൻ കൂടുതൽ എടുത്ത് ചോദിച്ചിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്തോന്ന് കേക്കാലോ? ഒരു സിയർ എടുത്ത പറഞ്ഞുതരാന്നാ? എങ്കി കൊടുത്തു. ഒരു സിയർ അല്ലേ? കൊടുത്തോ. പത്രം വഴി ഡീലാണ്. ഡീൽ ചന്ദ്രനിലുണ്ട്. എന്നാലും ചന്ദ്രനിലുണ്ട് എന്ന് പറയുന്നത് ചന്ദ്രനിലുണ്ട്. അതെന്താണ്? ചന്ദ്രനിൽ എന്തുണ്ട്? ഇത് തുറക്കാത്ത ഇപ്പൊ കത്തും. ഓക്കെ സെറ്റ്. വീണ്ടും കത്തും. ചന്ദ്രനിലുണ്ട്. അതായത് എന്റെ എന്തായാലും പോയി നോക്കാം. പറഞ്ഞെന്നാ? ഇല്ല അങ്ങോട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോവാനാ പറഞ്ഞു. ചന്ദ്രനിലുണ്ടോ? ചന്ദ്രനിലുണ്ട്. എത്തില്ല. ഈ ഡീലിന്റെ കാര്യം നല്ലൊരു കിഡിലായിരുന്നു. എന്ത് സർപ്രൈസ്? എന്ത്? 39 കൂടെ തരുമെന്ന് പറയണത്.
നമ്മൾക്ക് ഇനി വേറെ കഷ്ടപ്പാടൊന്നുമില്ലടാ, കാശല്ലേ ഒരു കൊല്ലം എടുത്താ മതി. സർപ്രൈസ് ഹലോ സാറേ, സുഖല്ലേ? പൈസ ഫീഡ്ബാക്ക് ഒന്നും അറിയാമായിരുന്നു. ഫീഡ്ബാക്ക് നല്ലൊരു പരിപാടിയായിരുന്നു. അതെ, നല്ലൊരു പരിപാടിയായിരുന്നു. റിബോച്ചി സംഘം നടത്തിയ ഒരു നല്ലൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. മാസ്റ്റർ പ്ലാൻ ഒക്കെ നമ്മളെ റെംബോച്ചിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു റംബോച്ചി. പൂച്ചാണ്ടി താങ്ക് യു. പൂച്ചാണ്ടി കണ്ടം പൂച്ച, കണ്ടം പൂച്ച താങ്ക് യു. കട്ടമ്പൂച്ച 2 പ്രാവശ്യം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോയത് കൊണ്ടും മുന്നു കളിച്ച ചോദ്യമാണോ ഇതോ ഈ പ്രാവശ്യം? എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം? എല്ലാം അത് ടഫായിരുന്നു. നമ്മള് മുന്നേ സ്നൈപ്പ് പാത്ര കളിച്ചു, നമ്മള് കളിച്ചിട്ടില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ആ 100 കോടിയൊക്കെയാണ് 100 കോടി പ്രതീക്ഷിക്കുന്നല്ലോ. ആ ജയിച്ചസ്ഥിതിക്ക് 100 കോടിയല്ലേടാ സ്നൈപ്പേ? ആ കിട്ടില്ലേ? എത്ര കുറവുണ്ടല്ലേ? ഹലോ കണ്ടപൂച്ചടാ, കണ്ടപൂച്ചടാ, കണ്ടപൂച്ച എവിടെ പോണല്ലടാ? എന്തുപറ്റി? നില്ല് നീ പറ്റിക്കാൻ നോക്കുന്നാടാ കണ്ടപൂച്ചേ. ഇല്ല 14 വന്നുള്ളൂ. 39 ലക്ഷമാണ്. 39 കോടി. അതെ അതെ, ഉറപ്പ്. കണ്ടപൂച്ച നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. 39 ലക്ഷം. അയ്യോ എന്ത് ഐഡി പറഞ്ഞേ. ഐഡി 665. എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഞാൻ എന്തായാലും തറല് ഞാൻ. അയ്യോ അതല്ല. അയ്യോ ഇതിൽ 1 രൂപ കുറവാണല്ലോ. 1 അല്ലേ? 1 രൂപ കണക്കാണ് ബ്രോ. തമാശ കളിക്കല്ലേ? എന്താണ് ഇഷ്യൂ? അതല്ലേ ഇത്രയും പൈസ ബ്രോ, കണക്കൊക്കെ കൃത്യം നോക്കി നടക്കുന്നതാണ്. വിഷ്ണുരാജ് ബ്രോ, താങ്ക് യു ഫോർ ദ 100 rupees GPay. താങ്ക് യു. പോയാള് ആവോ, ഇനി ഇവിടെ നിന്ന് ഓടിയതല്ലേ? ക്ഷീണിച്ചു ഇരിക്ക. വന്ന് കിട്ടിയാ ചന്ദ്ര? കിട്ടില്ല. വേറെ സ്റ്റേഷൻ ഇപ്പൊ വരും. ഓക്കെ, അപ്പൊ അല്ല കണ്ടംപൂച്ചേ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സർപ്രൈസ് ഒന്നും കിട്ടിയില്ലല്ലോ. സർപ്രൈസോ? സർപ്രൈസ് ഇപ്പൊ ഒപ്പിച്ചിട്ട് ഒപ്പിക്കും. ഇത് കിട്ടിയത് തന്നെ. വെയിറ്റിക്ക് 40 കമ്മീഷൻ കൊടുക്കണേന്ന്. എടാ മുച്ചിരീനെ ഹൈഡ് ചെയ്ത് വിട്ടാരാ, ചാനൽ ഹൈഡ് ചെയ്ത് വിട്ടാരാ. ഇനി കാണല്ലേ ഇവനെ. കാലക്കൊടിഞ്ഞ് വരുന്നുണ്ടല്ലോ ചന്ദ്ര, കാലക്കൊടിഞ്ഞ് വരുന്നുണ്ടല്ലോ. ഓ എന്തെറ്റി കാലിനെന്തെറ്റി? നമ്മള് കൊറേ ഓട്ടോറിച്ച ആളല്ലേ. ചെറിയ പ്രശ്നം. ഇതാണല്ലേ ബോസ്? ബോസിന്റെ പേരെന്താണ്? ഞാൻ രണ്ടാമത്തെ ബോസ്. ആദ്യത്തെ ബോസ് കുറച്ച്
പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പുള്ളി പോയി. പക്ഷെ മാസ്റ്റർ പ്ലാൻ പുള്ളിയാണ്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാ പ്ലാൻസും? കൊടുക്കാം ബ്രോ, കൊടുക്കാം. ലൈവ് എൻഡ് ആക്കും മുമ്പേ നമ്മൾ കൊടുത്തിട്ട് മാത്രം ഇച്ചിരി ഓടിയുള്ള വെന്റിബില്ലിന്റെ അതൊഴിച്ച് അതെ ഞാൻ കണ്ടായിരുന്നു എല്ലാം. കിട്ടില്ലായിരുന്നു. ഉണ്ടല്ലോ എന്നെ പരിചയം ചെറുതായിട്ട്. ആ എങ്ങനെ കേട്ടില്ല. 3 CR തന്നില്ല. തന്നില്ല, എനിക്ക് കുറച്ചും ബ്ലാക്ക് തരാണ്ട്. അല്ല ഞാൻ ഉണ്ടായിരുന്നാണ് 10 ഞാൻ തന്നത് എന്റെ കയ്യില് നേരത്തെ. 10 അതെ. 3 അല്ലേ ആണ്. സൂപ്പർ ചാർജ് മതിയോ ഫോൺ പേ മതിയോ? ഫോൺ പേ ബ്രോ വെറുതെ എന്തിനാ 40% കൊടുക്കുന്നത് യൂട്യൂബിന്? ബാക്കി ഫണ്ട് അങ്ങ് സെറ്റ് ചെയ്യാം. ബാക്കി ചന്ദ്രോ തോർക്കോടി. അയ്യോ ഐഡിയ എന്തായിരുന്നു? എന്റെ ID 758. കൺഗ്രാജുലേഷൻസ്. നമുക്ക് ഒരിക്കലും കണക്കിലെത്തൂല. അപ്പൊ ഓക്കെ, എൻജോയ്. കൺഗ്രാജുലേഷൻസ്. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നല്ല രീതിയില് 39-40 ബ്ലാക്ക് ഒന്നുമില്ല. ഇനി എന്ത് സർപ്രൈസ്? അല്ല നല്ല രീതിയിൽ കുറച്ച് കാശ് കൊടുക്കുന്ന പറഞ്ഞിരുന്നില്ലേ? എല്ലാരോടും എനിക്കൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു. പറയാനുണ്ട്. 1 സ്റ്റാർ കൊണ്ട് തരാം. അതാണ് സർപ്രൈസ്. എന്തോ സാധനം ഇടും കേട്ടോ, ഉറപ്പാണ്. അല്ല അത് ഓക്കെയാണല്ലേ? കുഴപ്പമില്ല, സർപ്രൈസ് ഉണ്ടെന്ന് പറയും. കുഴപ്പമില്ല. എന്താണ് 1 ഷെയറോ? എന്ത് ബ്ലാക്കാ? ഓക്കെ അയച്ചോ. എത്രയാണോ അയച്ചോ? ഒന്നാക്കണോ? ഷെയർ അയക്കോ? നമ്മുടെ ഗാങ്ങോസാ. എന്തായാലും നിങ്ങളും ഓടിയതല്ലേ, നിങ്ങൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. തന്നോ? അല്ല തന്നിട്ടുണ്ട്. തന്നു. താങ്ക് യു. കിട്ടി. അയ്യോ വെൽക്കം. എൻജോയ്. അത്രയുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. വേറെ സർപ്രൈസ് തരാം. അത്രയുള്ളൂ. താങ്ക് യു. നന്ദിയുണ്ട്. അതെ ബൈ. കിട്ടി. ഓക്കെ താങ്ക് യു.